ഏയ് ബ്രദർ, സിസ്റ്റർ, കയ്പ് നിറഞ്ഞ അല്ലെ കയ്പായി തീർന്ന നിന്റെ ജീവിതത്തെ മധുരതരമാക്കി തീർക്കുവാൻ ഒരാളെ ദൈവം അയച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം നിന്നെ തേടി എത്തുന്നുണ്ട്. ഒറ്റയ്ക്കായി തീർന്ന ആ അവസ്ഥയിൽ നിന്ന് അതൊരു കയ്പ് നിറഞ്ഞ അനുഭവമാണ്. നല്ലതൊന്നും കാണുവാനോ അനുഭവിക്കുവാനോ കഴിയാതെ അതെ ആ അവസ്ഥയ്ക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകുന്നു. തൊഴിലിടത്തിലെ കയ്പ് നിറഞ്ഞ അനുഭവം മധുരതരമായി. ഇപ്പോൾ ജോലിയുണ്ടെന്ന് പറയുവാൻ പോലും മടിയാണ്. പറഞ്ഞിട്ട് വെറുതെ മറ്റുള്ളവരുടെ പ്രാക്ക് കേൾക്കാനേ പറ്റത്തുള്ളൂ. പ്രാക്കിന് കാരണം എന്താ? ജോലി ഉണ്ടായിരുന്നിട്ട് അവൻ തരാത്തത് എന്ന് വെച്ചാൽ കയ്യിലിരുന്നിട്ട് കൊടുക്കാത്തതുപോലെ നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. അത് മാറി ജോലിയുള്ളത് സന്തോഷത്തോടെ മധുരതരമായ അനുഭവമാക്കി കർത്താവ് മാറ്റുവാൻ പോവുക. പലതും ഉണ്ട്, പക്ഷേ കയ്പ് നിറഞ്ഞ അനുഭവം. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ, പറയുമ്പോൾ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ കയ്പ, അത് മധുരമായി മാറുവാനുള്ള ചിലത് കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: നവോമി എന്നല്ല മാറാ എന്ന് എന്നെ വിളിപ്പേൻ, സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ നിന്ന് ഒരു വാക്ക് കൂടെ പറഞ്ഞ്, നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി ഞാനിതാ മടങ്ങി വന്നിരിക്കുന്നു. എനിക്ക് നിറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ഒഴിഞ്ഞവളാണ്, അഥവാ കയ്പ് നിറഞ്ഞ ജീവിതമാണ് എൻ്റേത്. പ്രൈസർ ഫാമിലിക്കൊപ്പം ഇന്ന് പ്രൈസർ കുടുംബത്തിലെ ഒരു അംഗമായി, നിങ്ങളുടെ സഹോദരിയായി ഒപ്പമുള്ള ഒരു സഹോദരി, കുടുംബാംഗം, തൻ്റെ യാത്ര തുടങ്ങുന്നത് ഇതുപോലെ താൻ കടന്നുപോയൊരു ജീവിത പ്രതിസന്ധി പ്രൈസർ ഫാമിലിയുമായി പങ്കുവെച്ച് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് അതിനുള്ള പരിഹാരം പ്രാപിച്ചുകൊണ്ടാണ് ആ സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത്. തൻ്റെ ഇന്നലകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങി. പാസ്റ്ററെ, എനിക്ക് പപ്പ, അമ്മ, ചേട്ടൻ, ഒരനിയത്തി, ഇങ്ങനെ 4 പേർ എനിക്കുണ്ടായിരുന്നു. പാലായിലാണ് അവർ താമസിച്ചിരുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ജീവിച്ചു പോന്നതാണ്. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ സഹോദരിയുടെ പപ്പ ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് കിടപ്പിലായി. അത് കഴിഞ്ഞ് എഴുന്നേറ്റുവെങ്കിലും തൻ്റെ ജോലികൾ ചെയ്ത് കുടുംബം പോറ്റാൻ കഴിയാത്ത അവസ്ഥയായി. ഈ സഹോദരി മൂത്ത സഹോദരിയാണ്. തൻ്റെ അമ്മ വഹിക്കുന്ന ഭാരത്തിന്, അതായത് ഈ മക്കളെ നോക്കണം, തൻ്റെ കുടുംബം നോക്കണം, പ്രത്യേകിച്ച് തൻ്റെ ഭർത്താവിൻ്റെ ചികിത്സാകാര്യം, അതിനൊരു കൈത്താങ്ങായി തീരുവാൻ വേണ്ടി താനും കൂടെ ചേർന്ന് അമ്മയെ സഹായിക്കുന്നു. ഒരു ബന്ധുവീട്ടിൽ അഭയം തേടുന്നു. ഒരു ബന്ധുവീട്ടിലെ വിരുന്നുകാരിയായിട്ടോ ബന്ധുവായിട്ടോ അല്ല, ഒരു വേലക്കാരിയെ പോലെ ആ സഹോദരി പറഞ്ഞത്. പിന്നെ താൻ അനുഭവിച്ച ഒത്തിരി പ്രയാസങ്ങൾ, തൻ്റെ വീട്ടിനകത്ത് നിന്നും താൻ പോയി നിന്ന ഭവനത്തിനകത്ത് നിന്നും ആ സഹോദരി പറഞ്ഞതാണ്: പാസ്റ്റർ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, എൻ്റെ പപ്പ രോഗിയായി ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം കയ്പായി തീർന്നു. നല്ലതൊന്നും എനിക്ക് ഓർത്തെടുക്കാനില്ല പാസ്റ്ററെ, നല്ലതൊന്നും പറയുവാനില്ല. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ, ആരോ അങ്ങനെ കരയുന്നുണ്ട്. നല്ലതൊന്നും ഓർത്തെടുക്കാനില്ല, നല്ലതൊന്നും പറയുവാനില്ല, നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ല. കേൾക്ക് പ്രിയ സിസ്റ്ററെ, നല്ലത് ഓർത്തെടുക്കുവാനും മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുവാനും വിധമുള്ളൊരു ജീവിതത്തെ എൻ്റെ കർത്താവ് നിനക്ക് തരുവാൻ പോകുക. അതേ കയ്പ് നിറഞ്ഞ നിൻ്റെ കുടുംബജീവിതത്തെ എൻ്റെ യേശു മധുരതരമാക്കി മാറ്റുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിൻ്റെ ജീവിതം കയ്പായി മാറുവാൻ തക്കവണ്ണം പിടിക്കപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന് നിൻ്റെ ഭാര്യയെ, സഹോദര, അതേന്നെ, നിൻ്റെ ഭാര്യയെ, സഹോദരി, നിൻ്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് മടക്കി വരുത്തും. താങ്ക് യു ലോർഡ്. ആമേൻ. അപ്പോൾ തൻ്റെ സഹോദരങ്ങളൊക്കെ വളർന്നു. പപ്പ മരണപ്പെട്ടു. അമ്മ പ്രായമായി. ആ ഒരു പഴയ സ്നേഹവും ഇതുമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. എല്ലാവരും എല്ലാ വഴിക്കും അവരവരുടെ വഴിക്കൊക്കെ ആയി. അമ്മ തൻ്റെ കുടുംബത്തിൽ ചേക്കേറി. അവരവരുടെ അവസ്ഥയാണ് കേട്ടോ, അതിനകത്തൊന്നും വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സഹോദരിക്ക് ഓർത്തെടുക്കുവാൻ നല്ലതൊന്നുമില്ല. ഒരു വെറുപ്പ് നിറഞ്ഞ അവസ്ഥയിൽ
എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന നിലയിൽ വെറുപ്പ് നിറഞ്ഞ അവസ്ഥയിലായിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു മെസ്സേജ് ചില വർഷങ്ങൾക്ക് മുമ്പ് കണ്ട് പ്രഷർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത്. ആ സഹോദരി വിളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ വചനമാണ് നിങ്ങൾ കേട്ടത്. നിറഞ്ഞവളായിരുന്നു പാസ്റ്ററെ ഞാൻ. ഭയങ്കര സന്തോഷത്തിൻ്റെ ഓർമ്മകൾ എനിക്കുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഒഴിഞ്ഞവളാണ്. എന്താണെന്ന് അറിയത്തില്ല, എന്ത് സംഭവിച്ചതെന്നും അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയിലാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് അവൻ ആ സഹോദരി വിളിച്ച് ആ വാക്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഉടനെ ഞാൻ മറുപടി പറഞ്ഞു, സഹോദരി, നിന്റെ കയ്പ് നിറഞ്ഞ ജീവിതത്തെ മധുരതരമാക്കുവാൻ ദൈവം ഒരാളെ അയക്കും. ആ സഹോദരി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവാസങ്ങൾ ക്രമീകരിച്ചു. ആ സഹോദരി ആയിരിക്കുന്ന സ്ഥാനത്ത് എങ്ങനെ ഉപവസിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ആ സഹോദരിയെ പോലെ മറ്റനേക പ്രാപിച്ച സഹോദരന്മാരെ പോലെ ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തു, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അങ്ങനെ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. കൃത്യം ഒരു വർഷത്തിനുപുറം ഒരു വിവാഹം പ്രിയ സഹോദരിക്ക് വരുന്നു, പ്രതീക്ഷിക്കാത്ത നിലയിൽ. നിങ്ങൾ ശ്രദ്ധിക്കുക, വിവാഹം നടത്തി കൊടുക്കുവാൻ അപ്പനില്ല. എൻ്റെ മകൾക്കൊരു വിവാഹം വേണമെന്ന് ചിന്തിക്കുവാൻ കഴിയുന്ന നിലയിൽ അമ്മ ഒപ്പമില്ല, സഹോദരങ്ങൾ ആരുമില്ല. ബന്ധുവീട്ടിൽ വേലക്കാരിക്ക് തുല്യം ഈ സഹോദരി ആയിരിക്കുകയാണ്. ആരുടെയും ഒരു ഇനിഷ്യേറ്റീവ് ഇല്ലാതെ, ആരും കണ്ടെത്താതെ, ആരും ഒന്നും ചെയ്യാതെ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഉപവസിച്ച ഈ മകൾക്ക് വേണ്ടി ദൈവം ഒരു ചെക്കനെ കണ്ടെത്തി. അതെ മാതാവേ, നിൻ്റെ പരാതിയത, എൻ്റെ മകൾക്ക് വേണ്ടി ആരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല, ആരും മുൻകൈ എടുക്കുന്നില്ല. എൻ്റെ മകൾക്കൊരു വിവാഹമുണ്ടാകണം, എൻ്റെ മകനൊരു വിവാഹമുണ്ടാകണം, ചിലതിന് വേണ്ടി ആരും ഇറങ്ങുന്നില്ല. നിൻ്റെ പരാതിയത, എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെക്കുറിച്ചൊരു ചിന്തയില്ല, എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെക്കുറിച്ച് ചിന്തയില്ല. അതവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം. പക്ഷെ കേൾക്ക്, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാവിയെ ഒരുക്കുക. പ്രിയ ബ്രദർ, നിനക്ക് ജോലിയുണ്ട്, പേരുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നല്ല വിവാഹം നടക്കുന്നില്ല. നീ സങ്കടപ്പെട്ടായിരിക്കുക. കേൾക്ക് മാതാവേ, മകൾക്ക് ജോലിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നല്ല വിവാഹം നടക്കുന്നില്ല. അവൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു വിവാഹം എൻ്റെ കർത്താവ് നൽകി അവളുടെ കയ്പ് നിറഞ്ഞ ജീവിതത്തെ എൻ്റെ യേശു മധുരതരമാക്കി മാറ്റുവാൻ പോകുക. മകളുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ കയ്പ്, അയ്യോ, ആ അവസ്ഥയെ മാറ്റി മധുരതരമായ അനുഭവത്തെ എൻ്റെ കർത്താവ് നിനക്ക് തരുവാൻ പോകുക. ആമേൻ. അങ്ങനെ ആ ചെക്കൻ ഈ സഹോദരി വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. ദൈവകൃപയാൽ ഞങ്ങൾക്കും കൂടെ പങ്കാളികളായി. നിശ്ചയിപ്പും എല്ലാം, ആ വിവാഹം എല്ലാം ഒരുമിച്ചായിരുന്നു. ആ വിവാഹം നടത്തുവാനും ആ വിവാഹത്തിൽ പങ്കുചേർന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും കർത്താവ് അവസരം നൽകി. ഇപ്പോൾ അവർ കുടുംബമായിട്ട് പ്രൈസർ ഫാമിലിക്കൊപ്പമുണ്ട്, നിങ്ങളുടെ പ്രിയ സഹോദരിയായിട്ട്, ആ കുടുംബ സഹോദരനായിട്ടും ഒക്കെ. ആ സഹോദരി ഇടയ്ക്കൊക്കെ തങ്ങളുടെ ജീവിതം മുൻപോട്ട് പോവുകയാണല്ലോ. അപ്പോൾ പുതിയ പുതിയ ആവശ്യങ്ങളുണ്ട്, പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, അതൊക്കെ പങ്കുവയ്ക്കുവാൻ വിളിക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യം ഇതായിരിക്കും, പാസ്റ്റർ, ആ കയ്പ് മാറുവാൻ എൻ്റെ ദൈവം എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ടു പോയ അപ്പനേക്കാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പിതാവിനെ എനിക്ക് തന്നു. എൻ്റെ അമ്മ ജീവിതത്തിൻ്റെ ഏതൊരു സമയത്ത് അവർ മടുത്തിട്ടായിരിക്കും അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയി. അതൊക്കെ വല്ലാത്തൊരു അവസ്ഥയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ എത്രമാത്രം സഹിച്ചിട്ടായിരിക്കും ഒരമ്മ മക്കളെക്കുറിച്ച് പോലും ഓർക്കാതെ മടങ്ങിപ്പോകുന്നത്. തൻ്റെ മാതാപിതാക്കൾ, അമ്മ മാത്രമേ, തനിക്കും അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയുടെ അടുക്കലേക്ക് പോവുകയാണ്, തൻ്റെ സഹോദരങ്ങളുടെ അടുക്കലേക്ക്. മക്കളുടെ കാര്യം ഒന്നും നോക്കുവാൻ വയ്യ എന്ന് വെച്ചു. അങ്ങനെ ആ സ്ഥാനത്ത്, അങ്ങനെ എല്ലാം വിട്ടുപോയൊരു അമ്മയുടെ സ്ഥാനത്ത് ഒരമ്മ, തന്നെ നോക്കാത്ത സഹോദരങ്ങളുടെ സ്ഥാനത്ത് സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ. അവസാനം സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്, സിസ്റ്റർ പ്രാർത്ഥന വിഷയം പറഞ്ഞോ, ഒത്തിരി തിരക്കുണ്ട്. അത്രമാത്രം ദൈവം മധുരമാക്കി നൽകിയ ജീവിതത്തെക്കുറിച്ച് ആ സഹോദരി തുടർമാനമായി സംസാരിക്കും. ഞാൻ എൻ്റെ ശബ്ദം കേട്ടായിരിക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആ കയ്പ് നിറഞ്ഞ അനുഭവത്തെ, മക്കളെന്ന നിങ്ങളുടെ കയ്പ് നിറഞ്ഞ അനുഭവത്തെ എൻ്റെ കർത്താവ് മധുരമാക്കി മാറ്റുവാൻ പോകുന്നു. ഓ, താങ്ക് യു ലോർഡ്. ബ്രദർ, ആ തൊഴിലിടത്തിൽ നീ അനുഭവിക്കുന്ന കയ്പ് നിറഞ്ഞ അനുഭവത്തെ എൻ്റെ ദൈവം മധുരമാക്കി മാറ്റുവാൻ പോകുന്നു. നോക്കൂ, അവിടെ ആ സഹോദരിയുടെ ജീവിതം മധുരമാക്കുവാൻ വേണ്ടി ആരും മുൻകൈയെടുത്ത് കണ്ടെത്താതെ ഒരു ചെക്കൻ അവളെ തേടി വന്നു. ആമേൻ. ആരും അന്വേഷിച്ചു പോകാതെ
നിനക്ക് വേണ്ടി ഒരു തൊഴിൽ നിന്നെ തേടി വരും. നീ തേടിപ്പോയി നിനക്ക് കിട്ടുന്ന തൊഴിലിനെ കുറിച്ചല്ല, നിന്നെ തേടി വരുന്ന തൊഴിലിനെ കുറിച്ച്. ആമേൻ. നിങ്ങൾ കേട്ടത് നവോമിയുടെ വാക്കുകളാണ്. വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾ കേട്ടത് നവോമിയാണ് പറഞ്ഞത്. ഇനി എന്നെ നിങ്ങൾ മാറ എന്ന് വിളിപ്പേൻ, ഞാനിതാ ഒഴിഞ്ഞവളായി കയ്പ് നിറഞ്ഞവളായി വന്നിരിക്കുന്നു. പക്ഷേ നവോമി അറിയാത്തൊരു കാര്യമുണ്ട്. അവൾ കയ്പ് നിറഞ്ഞവളായെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് മടക്കയാത്ര തുടങ്ങിയ സമയത്ത് അവൾക്കൊപ്പം അവളുടെ കയ്പ് നിറഞ്ഞ ജീവിതത്തെ മധുരതരമാക്കി തീർക്കുവാൻ ദൈവം ഒരുവളെ ചേർത്ത് വെച്ചു. അവളുടെ പേരാണ് രൂത്ത്. ബ്രദർ, സിസ്റ്റർ, നീ നിന്റെ രൂത്തിനെ കണ്ടെത്തുന്ന ദിവസമാണിന്ന്. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രൂത്തിനെ നീ ഇന്ന് കണ്ടെത്തുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ആമേൻ. 17-ാമത്തെ വാക്യത്തിൽ ആ രൂത്ത് പറയുകയാണ്, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിച്ചടക്കപ്പെടും, മരണത്താലല്ലാതെ ഞാൻ നിന്നെ പിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ. ആമേൻ. മരണത്താലല്ലാതെ, മരണം കൊണ്ടല്ലാതെ വേർപിടിക്കുവാൻ കഴിയാത്ത ചില ബന്ധങ്ങൾ നിന്റെ ഒറ്റപ്പെടലിന്, നിന്റെ കാത്തിരിപ്പിന് അറുതി വരുത്തുവാൻ എൻ്റെ ദൈവം ഒരുക്കി തരുവാൻ പോകുക. ആമേൻ. വിശ്വസ്തരായ ചില പാർട്ട്നേഴ്സിനെ, ബിസിനസ്സുകൾ ചെയ്യുന്ന സഹോദര, ആ ബിസിനസ് ഇപ്പം കയ്പാണല്ലോ എങ്കിൽ നിന്നോടാണ് ദൂത്. രൂത്ത് നിന്നെ തേടി വരിക. ഷബറി ധലമനെ. ആമേൻ. അതിൽ വരെ ഇവിടെ ഒരു ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. സ്തോത്ര. നിങ്ങൾ പ്രാപിക്കേണ്ടത് ഒത്തിരി മുൻപിലുണ്ട്. പക്ഷേ ആ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. ഒരു ശരിയായ പ്രാർത്ഥനാ കൂട്ടായ്മ, ഒരു ശരിയായ മധ്യസ്ഥത, ഒരു പ്രാർത്ഥന പോരാളി നിങ്ങൾക്കൊപ്പമില്ല എന്ന് സങ്കടപ്പെട്ടായിരിക്കുന്നുവോ? നവോമി യാത്ര തുടങ്ങിയപ്പോൾ അവളുടെ ജീവിതത്തെ മധുരമാക്കുവാൻ ദൈവം ഒരു രൂത്തിനെ അവൾക്ക് വേണ്ടി ഒരുക്കിയതുപോലെ, ബ്രദർ, സിസ്റ്റർ, നിന്റെ ജീവിതത്തെ മധുരമാക്കുവാൻ പ്രൈസർ ഫാമിലി എന്ന രൂത്തിനെ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ രൂത്ത് നിനക്കൊപ്പമുണ്ട്. യെസ്, നീ ഒഴിഞ്ഞവളെന്ന് പറഞ്ഞ് കാലം പോക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ നിറഞ്ഞവളാക്കുവാൻ രൂത്തിനെ പോലെ പ്രൈസർ ഫാമിലി നിനക്കൊപ്പമുണ്ട്. ആർ യു റെഡി? നിറഞ്ഞവളായി തീരുവാൻ, നിറഞ്ഞവനായി തീരുവാൻ, കയ്പ് നിറഞ്ഞ അനുഭവം മധുരതരമായ അവസ്ഥയാക്കി മാറ്റുവാൻ കോണ്ടാക്ട് ചെയ്തോ. പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അതുപോലെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് ആ കയ്പ് നിറഞ്ഞ ജീവിതത്തെ മധുരതരമാക്കി മാറ്റുവാൻ ആ പുതിയ ആ ഒരു കൂട്ടായ്മയെ, ആ അനുഭവത്തെ നിങ്ങൾ സ്വീകരിക്കുവാൻ റെഡിയാണെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുക. കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയിക്കാം. എല്ലാ ദിവസങ്ങളിലും രാവിലെ നമ്മൾ ഒരുമിച്ച് ദൈവവചനവുമായി ചേർന്നായിരിക്കും ലൈവിൽ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് ആ ശുശ്രൂഷ അനുഭവിക്കുവാനായിട്ട് കഴിയും. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 12 മണി വരെ, 1 മണി വരെ കുഞ്ഞുങ്ങളുടെ സഭ, കിഡ്സ് ചർച്ചും സൺഡേ സ്കൂളുമുണ്ട്. അപ്പോൾ നിങ്ങൾ കടന്നു വരിക, നിങ്ങളുടെ കുഞ്ഞുമക്കളെ കൊണ്ടുവരിക. അത് വളരെ ബ്ലെസ്സിങ് ആയിരിക്കും. എന്നാൽ കണ്ടോ, വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്നു ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കയ്പ് നിറഞ്ഞ കലങ്ങിപ്പോയ ജീവിതാനുഭവങ്ങളുമായി മുൻപോട്ട് പോകുന്നവർ, യേശുവേ, ആ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ മധുരതരമായി മാറട്ടെ. തൊഴിലില്ലായ്മയെന്ന കയ്പുകാടി കുടിച്ചായിരിക്കുന്നവർ, നല്ല വരുമാനമുള്ള ജോലിയെന്ന മധുരം നുണയുന്ന ദിവസങ്ങളായി മുൻപുള്ള ദിവസങ്ങൾ മാറട്ടെ. ഇവരുടെ ഇല്ലായ്മകളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിൽ തടസ്സങ്ങളും തൊഴിലിടത്തിലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരുവാൻ, ഇവർ പ്രാപിക്കേണ്ടത് അങ്ങയുടെ നാമത്തിൽ പ്രാപിക്കുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗം ഇവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ. രോഗികൾ ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. രോഗാത്മാവ് വിട്ടു മാറട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. വലുതും ചെറുതുമായ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ. സ്തോത്രം. നിയമന തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. യാത്രാ തടസ്സങ്ങൾ മാറട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. പുതിയ അനുഭവങ്ങളിലേക്ക് വരത്തട്ടെ. ഇവർ പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിലേക്ക് കർത്താവ് ഇവരെ കൊണ്ടുവരണമേ, മടക്കി വരുത്തണമേ. സന്തോഷങ്ങളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. IELTS, OET, MOH, പ്രോമെട്രി പോലുള്ള മത്സര പരീക്ഷകൾ നല്ല സ്കോർ ഉണ്ടാകട്ടെ.
യെസ്, ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങളെ നൽകി സ്വർഗം മാനിക്കണമേ. കടഭാരങ്ങളും പലിശക്കടങ്ങളും ജപ്തി നടപടികളും നീങ്ങിപ്പോകട്ടെ. എല്ലാ നന്മകളാലും സ്വർഗം ഒരു അനുഗ്രഹിക്കണമേ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഒറ്റപ്പെടലുകൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കുക മാത്രമല്ല, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഉപവസിക്കാം. നവോമി, നിൻ്റെ രൂത്ത് ഇവിടെയുണ്ട്, മധുരമായി നിൻ്റെ ജീവിതം മാറ്റുവാൻ. അപ്പോൾ നാളെ ദൈവം എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.